റോൾ നമ്പർ 21 ക്രിസ് നമ്മളെല്ലാവരും ഒരു ഫണ്ണി കാർട്ടൂൺ ആയിട്ടാണ് കണ്ടത്. ക്രിസ്, ഡ്രിബിൾ, മധുര സ്കൂൾ, പ്രിൻസിപ്പൽ സാർ, കാൻസ് എല്ലാം കൂടെ കോമഡി ആക്ഷൻ അഡ്വഞ്ചേഴ്സ് നിറഞ്ഞൊരു കാർട്ടൂൺ. പക്ഷെ ഒരു ഡാർക്ക് തിയറി ആംഗിളിൽ നോക്കിയാൽ ഈ സ്റ്റോറി നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ ഇരുണ്ട രഹസ്യങ്ങൾ ഒളിപ്പിച്ചിരിക്കാം. തിയറി പ്രകാരം ക്രിസ് ഒരു സാധാരണ സ്കൂൾ സ്റ്റുഡൻ്റ് അല്ല. അവൻ യഥാർത്ഥത്തിൽ ഭഗവാൻ കൃഷ്ണയുടെ പുനർജന്മമാണ്. കാർട്ടൂണിൽ നമ്മൾ കാണുന്നത് പോലെ കാൻസ് എപ്പോഴും ക്രിസിനെ പിടിക്കാനും നശിപ്പിക്കാനും ശ്രമിക്കുന്നു. പക്ഷെ ഒരു ചോദ്യമുണ്ട്, 1000 വർഷങ്ങൾക്ക് മുൻപേ മരിച്ച കാൻസ് എങ്ങനെ ഇന്നത്തെ കാലത്തും ജീവിച്ചിരിക്കുന്നു? അതൊരു കോയിൻസിഡൻസ് ആണോ, അല്ലെങ്കിൽ ഈ യുദ്ധം ഒരിക്കലും അവസാനിക്കാത്തതാണോ? തിയറി പ്രകാരം ക്രിസും കാൻസും ജന്മമായി നടക്കുന്ന ഒരു എൻഡ്ലെസ് സൈക്കിളിൽ ട്രാപ്ഡ് ആണ്. കാലം മാറി, ലോകം മാറി, മനുഷ്യർ മാറി, പക്ഷെ അവരുടെ യുദ്ധം മാത്രം അവസാനിച്ചില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ, ക്രിസ് എപ്പോഴും ഒരു നോർമൽ സ്കൂൾ സ്റ്റുഡൻറ് പോലെയാണ് ജീവിക്കുന്നത്. ഹോംവർക്സ്, എക്സാംസ്, ഫ്രണ്ട്സ്, സ്കൂൾ ലൈഫ് എല്ലാം ഒരു സാധാരണ കുട്ടിയുടെ ജീവിതം പോലെ തോന്നും. പക്ഷെ ഡേഞ്ചർ വരുമ്പോൾ മാത്രം അവൻ്റെ ഡിവൈൻ പവേഴ്സ് ഉണരും. ലൈക്ക് അവൻ തൻ്റെ യഥാർത്ഥ ഐഡൻറ്റിറ്റി മറന്നിരിക്കുന്നത് പോലെ. അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക് ടു മല്ലു മിസ്റ്ററീസ്. തിയറി പ്രകാരം ക്രിസിന്റെ മെമ്മറീസ് മനഃപൂർവ്വം ലോക്ക് ചെയ്തതാണ്. കാരണം അവന്റെ പൂർണ്ണ ശക്തി തിരിച്ചറിഞ്ഞാൽ ലോകത്തിന്റെ ബാലൻസ് തന്നെ മാറിപ്പോകാം. അതുകൊണ്ടാണ് അവനൊരു സാധാരണ കുട്ടി പോലെ ജീവിക്കുന്നത്. മറ്റൊരു ഡീറ്റെയിൽ എന്താണെന്നാൽ മധുര സ്കൂൾ ഒരു സാധാരണ സ്കൂളാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷെ തിയറി പ്രകാരം മധുര സ്കൂൾ യഥാർത്ഥത്തിൽ ഒരു സീക്രട്ട് പ്രൊട്ടക്ഷൻ സെന്റർ ആണ്. അവിടെ പഠിക്കുന്ന പല സ്റ്റുഡൻസും ടീച്ചേഴ്സും ക്രിസിനെ കുറിച്ചുള്ള രഹസ്യം അറിയുന്നവർ ആയിരിക്കും. അതുകൊണ്ടാണ് എപ്പോഴും വലിയ ഡേഞ്ചേഴ്സ് സംഭവിച്ചാലും സ്കൂൾ എപ്പോഴും നിലനിൽക്കുന്നത്. പക്ഷെ ഏറ്റവും ഡിസ്റ്റർബിംഗ് പാർട്ട് ഇനിയാണ്. ഡ്രിബിൾ ക്രിസിന്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഡ്രിബിൾ എപ്പോഴും കറക്റ്റ് സമയത്ത് ക്രിസിനെ സഹായിക്കുന്നത്? ഡേഞ്ചർ വരുമ്പോൾ അവൻ എപ്പോഴും അവിടെ ഉണ്ടാവും. തിയറി പ്രകാരം ഡ്രിബിൾ ഒരു നോർമൽ ഫ്രണ്ട് അല്ല. അവൻ ക്രിസിനെ കാവൽ നിൽക്കുന്ന ഒരു ഗാർഡിയൻ ആയിരിക്കും. ഒരുപക്ഷെ അവനും ഒരു ഡിവൈൻ ബീയിങ് ആയിരിക്കും. അതുകൊണ്ടാണ് അവന്റെ ലോയാലിറ്റി ഇത്രയും ശക്തമായത്. മറ്റൊരു ക്രീപ്പി ഡീറ്റെയിൽ എന്താണെന്നാൽ കാൻസ് എപ്പോഴും തോൽക്കുന്നു. പക്ഷെ അവൻ ഒരിക്കലും പൂർണ്ണമായി നശിക്കുന്നില്ല. വീണ്ടും തിരിച്ചു വരുന്നു, വീണ്ടും യുദ്ധം ചെയ്യുന്നു, ലൈക്ക് അവൻ മരിക്കാൻ കഴിയാത്തതുപോലെ. തിയറി പ്രകാരം കാൻസ് ഒരു വ്യക്തിയല്ല, അത് ലോകത്തിന്റെ ഡാർക്ക്നെസ്സിന്റെ രൂപമാണ്. പക്ഷേ ഡാർക്ക്നെസ് ഒരിക്കലും പൂർണ്ണമായി ഇല്ലാതാവുന്നില്ല. അതെപ്പോഴും പുതിയ രൂപത്തിൽ തിരിച്ചു വരുന്നു. അതുകൊണ്ടാണ് ക്രിസും കാൻസും തമ്മിലുള്ള യുദ്ധം ഒരിക്കലും അവസാനിക്കാത്തത്. മറ്റൊരു സ്ട്രേഞ്ച് ഡീറ്റെയിൽ എന്താണെന്നാൽ ഓരോ എപ്പിസോഡിലും ക്രിസ് ജയിക്കുന്നു, പക്ഷെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും പുതിയ പ്രശ്നങ്ങൾ വരുന്നു. ലൈക്ക് അവന്റെ ജീവിതം ഒരു ലൂപ്പിൽ ട്രാപ്ഡ് ആയതുപോലെ. തിയറി പ്രകാരം ഇതൊരു പണിഷ്മെന്റ് ആയിരിക്കും. ലോകത്തിന്റെ ബാലൻസ് കാത്തു സൂക്ഷിക്കാൻ ക്രിസിനെ ജന്മമായി ഭൂമിയിലേക്ക് അയക്കുന്നതായിരിക്കും. അവൻ ജയിക്കുന്നു, പക്ഷേ യുദ്ധം അവസാനിക്കുന്നില്ല. വീണ്ടും തുടങ്ങുന്നു, വീണ്ടും അവസാനിക്കുന്നു, പിന്നെ വീണ്ടും തുടങ്ങുന്നു. മറ്റൊരു ഡിസ്റ്റർബിംഗ് ഡീറ്റെയിൽ എന്താണെന്നാൽ ക്രിസ് എപ്പോഴും സന്തോഷത്തോടെ കാണപ്പെടുന്നു. പക്ഷെ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, 1000 വർഷങ്ങളായി ഒരേ ശത്രുവിനെ നേരിടേണ്ട ഒരാളുടെ മനസ്സ് എങ്ങനെയായിരിക്കും? ഒരുപക്ഷെ ക്രിസ് ഉള്ളിൽ വളരെ അധികം വേദന അനുഭവിക്കുന്നുണ്ടാവും. പക്ഷെ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി അവൻ അത് പുറത്തു കാണിക്കുന്നില്ല. അതുതന്നെ ആയിരിക്കാം അവൻ്റെ ഏറ്റവും വലിയ ത്യാഗം. പക്ഷെ തിയറി ഇവിടെയും അവസാനിക്കുന്നില്ല. ഒരുപക്ഷെ നമ്മൾ കണ്ട റോൾ നമ്പർ 21 ഒരു കാർട്ടൂൺ മാത്രമല്ല, അത് നല്ലതും ചീത്തയും തമ്മിലുള്ള 1000 വർഷങ്ങളായി നടക്കുന്ന യുദ്ധത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. നമ്മളൊരു സ്കൂൾ സ്റ്റോറിയായി കാണുന്നത് യഥാർത്ഥത്തിൽ ഒരു കോസ്മിക് ബാറ്റിൽ ആയിരിക്കും. ഫൈനൽ ഡാർക്ക് തിയറി എന്താണെന്നാൽ റോൾ നമ്പർ 21 ക്രിസ് ഒരു സ്കൂൾ സ്റ്റുഡൻ്റ് അല്ല. ലോകത്തിന്റെ ബാലൻസ് കാത്തു സൂക്ഷിക്കാൻ ജന്മമായി ഭൂമിയിലേക്ക് അയക്കപ്പെടുന്ന ഒരു ശക്തിയായിരിക്കാം. കാൻസ് ഒരിക്കലും മരിക്കുന്നില്ല, കാരണം ഡാർക്ക്നെസ് ഒരിക്കലും അവസാനിക്കുന്നില്ല. ഈ തിയറി പ്രകാരം നമ്മുടെ ഈ ക്രിസ് എന്ന കാർട്ടൂൺ, റോൾ നമ്പർ 21 ക്രിസ് എന്ന കാർട്ടൂൺ, ക്രിസും കാൻസുമായിട്ടുള്ള വർഷങ്ങളോളം, ആയിരക്കണക്കിന് വർഷങ്ങളോളം ഒരു യുദ്ധമാണ്. ഈ യുദ്ധത്തിന്റെ ഈ തിയറി വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ആ കാർട്ടൂൺ ഒന്നുകൂടെ നിങ്ങൾക്ക് അവിടെ അതിന്റെ ഡാർക്ക് സൈഡ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് മീ മല്ലു മിസ്റ്ററി സൈനിങ് ഔട്ട്.